തേൾപ്പാറയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കരടി കൂട്ടിലായി. തേൾപ്പാറ കുറുമ്പ ക്ഷേത്രമുറ്റത്ത് സ്ഥാപിച്ച കൂട്ടിലാണ് കരടി പെട്ടത്. ജനവാസ മേഖലയിൽ കരടി ശല്യം രൂക്ഷമായതോടെയാണ് വനം വകുപ്പ് കൂട് വെച്ചത്. കൂട്ടിലായ കടുവയെ വനത്തിൽ തുറന്നുവിട്ടു. ഈ മേഖലയിൽ സ്ഥിരമായിട്ട് ജനവാസ മേഖലയിൽ കരടി ഇറങ്ങിക്കൊണ്ടിരുന്ന ക്രിസ്ത്യൻ നാട്ടുകാർ കുറച്ചു കാലം മുമ്പ് തന്നെ ഇതിനു വേണ്ടി കുറച്ചു കാലമായി ഇതിന് കൂട് വെച്ചിട്ട് കുറച്ചധികം കാലമായി ചീഫെല്ലാം ബന്ധപ്പെടുന്നതോടുകൂടി കുറച്ചധികം കാലം മുമ്പ് കൂട് വെച്ചാണ്. അപ്പോൾ നിരന്തരമായിട്ട് അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നാണ് ഇന്ന് കൂട്ടിക്കൊടുക്കും. അതിൻ്റെ ആരോഗ്യസ്ഥിതി കുറച്ചേരം പരിശോധിച്ചിട്ട് ഉൾക്കാണ്ടിന് തുറന്നു. അപ്പോൾ നിലവിൽ ഓക്കെയാണ് നിലവിൽ ഡോക്ടറിനനുസരിച്ച് ആരോഗ്യസ്ഥിതി. കോതമംഗലത്ത് കടുവയുടെ ആക്രമണം നടന്ന സ്ഥലം സന്ദർശിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കടുവയുടെ സാന്നിധ്യം വനത്തിനുള്ളിൽ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. ഇതോടെ കടുവയെ കൂട് വെച്ച് പിടികൂടാനാവില്ലെന്നാണ് വനംവകുപ്പിന്റെ നിലപാട്. കോട്ടപ്പാറ പ്ലാന്റേഷനിലായിരുന്നു കടുവ പശുവിനെ കൊന്നത്. ഫെൻസിംഗ് ഉടൻ പൂർത്തിയാക്കുമെന്നും അടിക്കാട് വെട്ടി വൃത്തിയാക്കുമെന്നും മലയാറ്റൂർ DFO അറിയിച്ചു. നമ്മൾ ഓൾറെഡി ക്യാമറ ട്രാപ്സ് വെച്ചിട്ടുണ്ടോ, എവിടുത്തെ സംഭവമായിട്ടുണ്ടോ അവിടെ ക്യാമറ ട്രാപ്സ് വെച്ചിട്ടുണ്ട്. അതല്ലാതെ നമുക്ക് ഫോറസ്റ്റ് റേഞ്ച് ഏരിയാസ് ഒരു 3-4 സ്ഥലങ്ങളിൽ നമുക്ക് ക്യാമറ ട്രാപ്പ് വെച്ചിട്ടുണ്ട്. ഇല്ല, ഈ പുറത്ത് ഏരിയയിലും ഒന്നുമില്ല, ബൗണ്ടറി ഏരിയയിലും അങ്ങനെയായിട്ട് ഒന്നുമില്ല. ഫോറസ്റ്റ് അകത്താണ് അത് മാത്രമാണ് ഉള്ളത്. ഓക്കെ, പുറത്ത് ഏരിയയിൽ ഒന്നും മൂവ്മെന്റ് ഒന്നുമില്ല. ഇല്ല, അതാണ് പറയേണ്ടത്. നമുക്ക് ഏതെങ്കിലും പുറത്ത് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പോൾ മാത്രം നമുക്ക് NTC പ്രോട്ടോകോൾ പ്രകാരം റിക്കമെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്ക് ഏതൊക്കെ മൂവ്മെന്റ് ഉണ്ടോ കംപ്ലീറ്റ്ലി അകത്താണ് ഉണ്ടത്. ആൻഡ് ഏതൊക്കെ ഈ കടുവ ടെൻഡൻസി നോക്കെങ്കിൽ നമ്മൾ ലാസ്റ്റ് 3 ദിവസമായിട്ട് നമ്മുടെ സ്റ്റാഫ് അകത്ത് പോയിട്ട് ക്യാമറ ട്രാപ്പ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് നോക്കെങ്കിൽ ഏതൊക്കെ ജഡമുണ്ടെന്നോ അത് അകത്ത് കൊണ്ടുപോകുന്നുണ്ട്. സോ കടുവയ്ക്ക് അകത്ത് പോകാൻ ഒരു ടെൻഡൻസിയാണ് ഉള്ളത്. നമ്മൾ ആൾറെഡി പാട്രോളിംഗ് ചെയ്യുന്നുണ്ട് ഇവിടുത്തെ. എന്താണ് ഈ ആഴ്ചയിൽ തന്നെ മാക്സിമം നമുക്ക് ഏതൊക്കെ അരിക്കാടുണ്ടോ ഇവിടുത്തെ ആൾക്കാർ സപ്പോർട്ട് കൂടാ, NGO സപ്പോർട്ട് കൂടാ, നമുക്ക് ഈ ഭാഗത്തുകൊണ്ട് അരിക്കാട് കംപ്ലീറ്റ് റിമൂവ് ചെയ്യും. എന്താ നമ്മുടെ ഫെൻസിംഗ് വർക്ക് ഓൾറെഡി തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് എത്ര പെട്ടെന്നെങ്കിലും അത്ര പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും. മസ്തകത്തിൽ മുറിവേറ്റ കാട്ടാനയെ പിടികൂടി ചികിത്സിക്കാൻ വനം വകുപ്പ്. സെൻട്രൽ സർക്കിൾ CCFന്റെ നേതൃത്വത്തിൽ ആനയുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തി ചികിത്സയ്ക്കായി കോടനാട് പ്രത്യേക കൂട് നിർമ്മിക്കും. കൂട് നിർമ്മിക്കാൻ ആവശ്യമായ യൂക്കാലി മരങ്ങൾ മൂന്നാറിൽ നിന്ന് എത്തിക്കാനുള്ള നടപടിയും തുടങ്ങി. വീണ്ടും മയക്കുവെടി വെച്ച് ആനയെ കോടനാട്ടേക്ക് കൊണ്ടുപോകാനാണ് തീരുമാനം. മുറിവേറ്റ ആനയെ പിടികൂടാൻ കുങ്കി ആനകളെയും എത്തിക്കും. വെള്ളിയാഴ്ച ദൌത്യം ആരംഭിക്കും. വയനാട്ടിൽ വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഫാർമേഴ്സ് റിലീഫ് ഫോറവും തൃണമൂൽ കോൺഗ്രസും ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. ഹർത്താലിന് പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും പിന്തുണയില്ല. വ്യാപാരികളും ഹർത്താലിനോട് സഹകരിക്കുന്നില്ല. രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഹർത്താൽ വൈകിട്ട് 6 മണി വരെയാണ്. കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനം വകുപ്പിലെ എല്ലാ വിഭാഗം മേധാവികളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഉന്നതതല യോഗം ഇന്ന് നടക്കും. മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ വനം വകുപ്പ് ആസ്ഥാനത്ത് ഉച്ചയ്ക്ക് 2:30-ക്കാണ് യോഗം. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉൾപ്പെടെ എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കും.